രാജൻ ബി ദേവ് എന്ന് പറയുന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം നാടകത്തിൽ ഒരുപാട് വർഷം തിളങ്ങി പിന്നീട് സിനിമയിലെത്തി ഒരുപാട് കയ്യടികൾ വാങ്ങിയ നടനാണ്. എന്നാൽ അദ്ദേഹം നാടകത്തിൽ അഭിനയിച്ച ഒരു കഥാപാത്രം സിനിമയായപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു സിനിമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. NN പിള്ള, SL പുരം സദാനന്ദൻ തുടങ്ങി ഒരുപാട് മഹാന്മാരുടെ കൂടെ നാടകത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് രാജൻ ബി ദേവ്. അദ്ദേഹം കുറേ വർഷങ്ങൾ നാടകത്തിൽ വിലസി. അതിനിടയ്ക്ക് ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ചില സിനിമകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു മുഴുനീള വേഷം അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നത് 1990 ഇറങ്ങിയ ഇന്ദ്രജാലം എന്ന് പറയുന്ന സിനിമയിലെ കാർലോസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമാണ്. എന്നാൽ അതിന് മുമ്പ് ഇദ്ദേഹം കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ശ്യാമ എന്ന് പറയുന്ന സിനിമ. അതിലൊരു ഡാൻസ് ടീച്ചറുടെ ഒരു വേഷത്തിൽ ഒരു ചെറിയൊരു റോളേ ഉള്ളൂ. അതിൻ്റെ തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫാണ്. ഡെന്നിസ് ജോസഫ് തന്നെയാണ് പിന്നീട് മറ്റേ ഇന്ദ്രജാലമൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അവസരം വാങ്ങിക്കൊടുത്തതൊക്കെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാട്ടുകുതിര എന്ന് പറയുന്ന ഒരു നാടകം ആ സമയത്ത് ഒരുപാട്, എനിക്കൊണ്ട് 100ഓളം സ്റ്റേജുകളിൽ, 100 അതിന് മുകളിൽ സ്റ്റേജുകളിൽ രാജൻ ബി ദേവ് അവതരിപ്പിച്ചതാണ്. പക്ഷേ കാട്ടുകുതിര സിനിമയായപ്പോൾ SL പുരം സദാനന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ തന്നെ അതിൻ്റെ തിരക്കഥ എഴുതിയപ്പോൾ PG വിശ്വംഭരനാണ് അത് സംവിധാനം ചെയ്തത്. പക്ഷേ അന്ന് ആ വേഷത്തിൽ കാട്ടുകുതിര, അതിലെ കൊച്ചുവാവ എന്ന് പറയുന്ന നായിക വേഷം അവതരിപ്പിച്ചത് തിലകനാണ്. അന്ന് രാജൻ ബി ദേവ് സിനിമയിൽ വന്നിട്ടില്ല. പക്ഷേ രാജൻ ബി ദേവിന് അന്ന് ഒരുപാട് വിഷമമായിരുന്നു. അപ്പോൾ ഈ രാജൻ ബി ദേവിൻ്റെ ഓർമ്മ ദിവസങ്ങളൊക്കെ ഇതിൻ്റെ അദ്ദേഹത്തെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ അതിൽ ബെന്നി പി നായരമ്പലം, പിന്നെ അതുപോലെ തന്നെ രാജൻ ബി ദേവിൻ്റെ മകനൊക്കെ എഴുതിയ കുറച്ച് റൈറ്റപ്സ് ഒക്കെ ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അതിൽ ബെന്നി പി നായരമ്പലം പറഞ്ഞത്, ഈ ഒരു സിനിമ റിലീസായ ശേഷം അല്ലെങ്കിൽ കാട്ടുകുതിരയുടെ ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ രാജൻ ബി ദേവിന് വളരെ വിഷമമായിരുന്നു. കാരണം രാജൻ ബി ദേവ് കാട്ടുകുതിര സിനിമയാക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ റൈറ്ററുടെ അടുത്തൊക്കെ പോയിട്ട് ഒരുപാട് അപേക്ഷിച്ചതാണ്. അതായത് എന്നെ നായകനാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. രാജൻ ബി ദേവ് അല്ല അഭിനയിച്ചത്, പകരം തിലകനാണ്. അപ്പോൾ അതിൻ്റെ പല വേർഷൻസ് കേൾക്കുന്നുണ്ട്. അതിലൊന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ രാജൻ ബി ദേവ് ആ സിനിമ നാടകം ഒരുപാട് അവതരിപ്പിച്ചതാണ് സ്റ്റേജിൽ. അപ്പോൾ അദ്ദേഹം അതൊരു സിനിമ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അതൊരു പുതുമ തോന്നില്ല. കാരണം അന്ന് നാടകം നമുക്കറിയാം, ഇന്നത്തെ പോലെയല്ല. നാടകം എന്ന് പറഞ്ഞാൽ വളരെ ജനകീയമായിട്ടുള്ളൊരു കലയായിരുന്നു. അപ്പോൾ ഈ കാട്ടുകുതിര എന്ന് പറഞ്ഞ നാടകം, രാജൻ ബി ദേവ് എന്ന് പറയുന്ന നാടക നടനൊക്കെ ഒരുവിധം പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിലൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ സിനിമയാവുമ്പോൾ, കാട്ടുകുതിര സിനിമയാവുമ്പോൾ അത് ആ നടൻ തന്നെ അത് അവതരിപ്പിച്ചാൽ അതിലൊരു വ്യത്യസ്തത വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഡയറക്ടറും റൈറ്ററും ഒക്കെ രാജൻ ബി ദേവിനെ മാറ്റിയതെന്ന് പറയുന്നു. മറ്റൊരു കഥ കേൾക്കുന്നത്, രാജൻ ബി ദേവൻ അന്ന് നാടക നടനാണ്, പക്ഷേ സിനിമയിലൊരു താരമൂല്യമില്ല. അപ്പം അന്ന് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെയാണ് സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്നത്. നമ്മളൊരു സിനിമയുടെ ഒരു മെയിൻ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർക്കല്ല, അന്ന് ഡിസ്ട്രിബ്യൂട്ടറാണ് പ്രൊഡ്യൂസർക്ക് ഫണ്ട് ചെയ്യുന്നതും പിന്നീട് ആ ഫണ്ട് വെച്ചിട്ടാണ് പ്രൊഡ്യൂസർ സിനിമ നിർമ്മിച്ച് തീർക്കുന്നതും പിന്നീട് ഡിസ്ട്രിബ്യൂട്ടറാണ് അതിൻ്റെ ലാഭമൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു രാജൻ ബി ദേവനെ പോലത്തെ ഒരു പുതുമുഖ നടൻ വേണ്ട, എസ്റ്റാബ്ലിഷ്ഡ് മതി എന്ന് പറഞ്ഞിട്ടാണ് തിലകൻ അന്ന് മാർക്കറ്റുള്ളതാണ്. അങ്ങനെയാണ് തിലകൻ അഭിനയിക്കുന്നത്. അപ്പോൾ അന്ന് ബെന്നി പി നായരമ്പലത്തിൻ്റെ നാടകങ്ങളിൽ രാജൻ ബി ദേവ് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ രാജൻ ബി ദേവ് പറയുന്ന പോലെ തന്നെ SL പുരം സദാനന്ദൻ്റെയൊക്കെ നാടക ട്രൂപ്പിൽ നിന്ന് മാറി വേറെ നാടക ട്രൂപ്പിലൊക്കെ പോയി. അപ്പോൾ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളാണോ എന്താണെന്നറിയില്ല, പല വേർഷൻസ് കേൾക്കുന്നുണ്ട്. എന്തായാലും അന്ന് രാജൻ ബി ദേവിന് വളരെ വിഷമമായിരുന്നു. രാജൻ ബി ദേവിൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് മകൻ അന്ന് ചെറിയ കുട്ടി എന്തോണം, അതോ എനിക്കുള്ള ഇവരുടെ മൂത്ത മകൾ, ഈ മകൻ്റെ ചേച്ചി മൂത്ത മകൾ. അപ്പോൾ ആ ഒരു കൊച്ചു കുട്ടീനെ എന്നും എടുത്തുകൊണ്ട് രാജൻ ബി ദേവിൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് ഈ പറയുന്ന കാട്ടുകുതിരയുടെ ലൊക്കേഷൻ വണ്ടിയൊക്കെ പോകുന്നത്. അപ്പം രാജൻ ബി ദേവ് എന്നും അത് നോക്കി അദ്ദേഹത്തെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ചെയ്യേണ്ട അവസരമായിരുന്നല്ലോ എന്നുള്ളത്. പിന്നെ തിലകനും അടുത്തൊരു അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രാജൻ ബി ദേവ് ഓൾറെഡി ചെയ്ത് വെച്ച് ഒരു എന്താ പറയുക, ഒരു ബെഞ്ച് മാർക്കാണ്. അപ്പോൾ എനിക്ക് അതിനെ കടത്തി വെട്ടണം, അല്ലെങ്കിൽ എനിക്ക് അതുമായി സാമ്യത ഉണ്ടാവരുത്, എനിക്ക് എൻ്റേതായ ഒരു രീതിയിൽ അതിനൊന്ന് അടയാളപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് തിലകൻ ഗംഭീരമായിട്ട് തന്നെയാണ് ആ സിനിമ ചെയ്തത്. ആ സിനിമ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വിജയമായിരുന്നു. അതിൽ തിലകൻ്റെ കുട്ടിക്കാലത്ത് തിലകൻ്റെ അച്ഛൻ്റെ വേഷം, എനിക്ക് VK ശ്രീരാമനാണ് റോള് ചെയ്തത്. രാജൻ ബി ദേവിന് ആ റോളെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഒരു സിനിമയുടെ ഭാഗമാവണം എന്നായിരുന്നു രാജൻ ബി ദേവിന് ഉണ്ടായിരുന്നത്. പക്ഷേ രാജൻ ബി ദേവിന് അതിൽ അഭിനയിക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇന്ദ്രജാലം എന്ന് പറയുന്ന സിനിമയിലൂടെ രാജൻ ബി ദേവ് വരുന്നത്. അത് രാജൻ ബി ദേവിന് നല്ലൊരു ബ്രേക്കായി. പിന്നെ അദ്ദേഹം മരിക്കുന്നത് 2009 ആണ് അദ്ദേഹം മരിക്കുന്നത്. അതുവരെ എത്രയോ വർഷം എന്താ പറയുക, നമുക്ക് വില്ലനായിട്ടും പിന്നെ ഈ പറഞ്ഞ അനീബാബ ചേട്ടൻബാബ പോലത്തെ സിനിമകളിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എന്തായാലും കാട്ടുകുതിര എന്ന് പറയുന്നൊരു സിനിമ എന്തായാലും നിങ്ങൾ കാണണം. അതിൽ വിനീത് ഉണ്ട്, കവിയൂർ പൊന്നമ്മയുണ്ട്, അഞ്ജു, കൗരവറിലൊക്കെ മമ്മൂക്കയുടെ നായികയൊക്കെയായിട്ട് വന്ന അഞ്ജു ഉണ്ട്,
പിന്നെ ഇന്നസെൻറ്റിൻ്റെ ഒരു ഗംഭീര കഥാപാത്രമുണ്ട് തിലകൻ്റെ ഒരു മാനേജറായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാണണം. പിന്നെ രാജമിദേവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ നിങ്ങൾ പ്രേക്ഷകർ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിലെ നാടകം കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടിട്ടില്ല, ഈ പറഞ്ഞാൽ അദ്ദേഹം നാടകം ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് രാജമിദേവൊക്കെ നാടകത്തിൽ വിലസിയിരുന്നത്. അപ്പോൾ രാജമിദേവ് എന്ന് പറഞ്ഞ നാടകനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.